തലശ്ശേരിക്കും വടകരക്കുമിടയിൽ കടലിലുണ്ടായ കപ്പലിലെ തീയണക്കാൻ കഴിയാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കാറ്റിന്റെ ഗതിയാണ് പ്രധാന തടസ്സം. ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ പുറത്തെടുക്കാൻ ശ്രമം നടന്നുവരികയാണെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ KP അരുൺകുമാർ പറഞ്ഞു. അഴീക്കൽ നിന്നും 81 കിലോമീറ്റർ അകലെയാണ് അറബിക്കടലിൽ വെച്ച് ചരക്ക് കപ്പലിന് തീ പിടിച്ചത്. ഒരു ദിവസം പിന്നിട്ടിട്ടും കപ്പലിലെ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല. കാറ്റിന്റെ ദിശയാണ് തീ അണക്കുന്നതിൽ പ്രതികൂലമായി നിൽക്കുന്നതെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ PK അരുൺകുമാർ പറഞ്ഞു. തീ കണ്ടിന്യൂ ആണ് അവിടെ. കപ്പലിലെ തീ അണക്കാൻ പറ്റിയിട്ടില്ല. കാരണം അണക്കാൻ പറ്റാത്തതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് കപ്പലിലുള്ള കാർഗോ ആണ്. പിന്നെ വിൻഡ് ഡയറക്ഷൻ, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫയർ, ഇതൊക്കെ ഘടകങ്ങളാണ്. അപ്പോൾ ഇന്ന് രാവിലെ 6:30 കൊച്ചിയിൽ നിന്നും കമ്പനിയുടെ സാൽവേജ് ടീം പ്രത്യേക ടഗിൽ കപ്പലിൻ്റെ പുറപ്പെടുമെന്നുള്ള അറിയിപ്പ് എനിക്ക് ഇന്നലെ മോർണിംഗിൽ കിട്ടിയിട്ടുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ദിശയിലാണ് കടലിന്റെ ഒഴുക്ക്. അതുകൊണ്ട് തന്നെ തൃശൂർ, എറണാകുളം ജില്ലയുടെ തീരത്തേക്കാണ് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയെന്നും ക്യാപ്റ്റൻ അരുൺകുമാർ പറഞ്ഞു. ഈ തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ് കടലിലുള്ള കറണ്ട് ഒഴുകുന്നത്. അപ്പം ഇങ്ങനെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കടലിൽ തന്നെ നമുക്കത് ടോ ചെയ്തിട്ടോ മറ്റോ എടുത്ത് സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മാറ്റിയാൽ നമുക്ക് കോസ്റ്റൽ പൊല്യൂഷൻ തടയാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് തെക്കൻ ജില്ല, പ്രത്യേകിച്ച് മധ്യ കേരളം, തെക്കൻ ജില്ല, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ, എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. തീരത്ത് കണ്ടെയ്നറുകൾ കണ്ടാൽ ഇത് സ്പർശിക്കാൻ പാടില്ലെന്നും അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയതാണ് കണ്ടെയ്നറെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.